എല്ലാവർക്കും അനുഗ്രഹീതമായ പ്രഭാതത്തിൽ ദൈവവചന ധ്യാനത്തിലേക്ക് പ്രാർത്ഥനയോടെ സ്വാഗതം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. മത്തായി സുവിശേഷം 12-ാം അധ്യായം 14-ാമത്തെ വാക്യം. പരീശന്മാർ പുറപ്പെട്ട് യേശുവിനെ നശിപ്പിക്കുവാൻ വേണ്ടി യേശുവിന് വിരോധമായി തമ്മിൽ ആലോചിച്ചു. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടി ആലോചിക്കുന്നത് എപ്പോഴും അനുഗ്രഹമാണ്. വേറൊരാൾക്ക് നന്മ ചെയ്യുവാനോ സഹായിക്കുവാനോ സമൂഹത്തിനോ മറ്റുള്ളവർക്കോ പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ ആലോചിക്കുവാനോ വേണ്ടി ഒരുമിച്ച് കൂടുന്നത് എപ്പോഴും നല്ല കാര്യമാണ്. എന്നാൽ ഒരു വ്യക്തിയെ തേജോവധം ചെയ്യുവാനും നശിപ്പിക്കുവാനും ഇല്ലാതെയാക്കുവാനും വേണ്ടി തമ്മിൽ ആലോചിക്കുന്നത് വളരെ നീചമായ ഒരു കാര്യമാണ്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല സംഭവങ്ങളും ശരിയാവണ്ണം വിലയിരുത്തി പഠിച്ചാൽ പല ആലോചനകളും മറ്റുള്ളവരെ നശിപ്പിക്കുവാൻ വേണ്ടി ഉള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പരീശന്മാർ യേശുവിനെ നശിപ്പിക്കാൻ വേണ്ടി യേശുവിന് വിരോധമായി തമ്മിൽ ആലോചിക്കുകയാണ്. എന്തിനാണ് അവർ യേശുവിനെ നശിപ്പിക്കുന്നത്? അവർക്ക് ചെയ്യാൻ പറ്റാത്തത് അവർക്ക് ഒരിക്കലും സ്വപ്നം കാണുവാൻ പോലും പറ്റാത്തത് യേശു ചെയ്യുകയാണ്. യേശുവിൻ്റെ ജനസമ്മതി, യേശുവിനെ ആളുകൾ കാണുവാൻ വേണ്ടി തടിച്ചുകൂടുന്നത്, യേശുവിൻ്റെ പ്രസിദ്ധി, ഇതൊന്നും പരീശന്മാർക്ക് ദഹിക്കുന്നില്ല, അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവർക്കാർക്കും കിട്ടാത്ത അംഗീകാരവും ബഹുമാനവും മാന്യതയും അക്കാലത്ത് ക്രിസ്തുവിന് നിർലോഭമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുകൊണ്ടായിരുന്നു യേശുക്രിസ്തുവിനോട് ശത്രുതയോടെ പെരുമാറുവാൻ പരീശന്മാർ തീരുമാനിച്ചത്. ഭൗതിക ശാസ്ത്രത്തിൻ്റെ പ്രഭു എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, നമ്മെ ഭയപ്പെടുത്തുന്നത് അണുബോംബിൻ്റെ സ്ഫോടകാത്മക ശക്തിയല്ല, പിന്നെയോ മനുഷ്യഹൃദയത്തിൽ കുടികൊള്ളുന്ന പകയുടെയും ദുഷ്ടതയുടെയും ശക്തിയാണ് നമ്മെ ഭയപ്പെടുത്തുന്നത്. ദോഷം ചെയ്യുവാനുള്ള മനുഷ്യൻ്റെ ആഗ്രഹം, അതിനുവേണ്ടി അവൻ്റെ ഉള്ളിൽ കുടിയിരിക്കുന്ന ദുഷ്ടശക്തി, അതിനെയാണ് ഭയപ്പെടേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം നാം പഠിക്കുമ്പോൾ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഒരിക്കലും മറ്റുള്ളവർക്ക് ദോഷം വരുത്തുന്നതോ അവരെ തേജോവധം ചെയ്യുന്നതോ അപകീർത്തിപ്പെടുത്തുന്നതോ ആയ ഒരു കാര്യങ്ങളിലും യേശുവിൽ നിന്ന് ജനിച്ച യേശുവിൻ്റെ മക്കൾ ചെയ്യുവാൻ പാടുള്ളതല്ല. മത്തായി സുവിശേഷം 18-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞത്, ക്രിസ്തുവിൽ എന്നിൽ വിശ്വസിക്കുന്ന ചെറിയവരിൽ ഒരാൾക്ക് പോലും ഇടർച്ച വരുത്തരുത് എന്നാണ്. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തനാരെങ്കിലും ഇടർച്ച വരുത്തിയാൽ അവൻ്റെ കഴുത്തിൽ വലിയൊരു തിരികല്ല് കെട്ടി അവനെ സമുദ്രത്തിൻ്റെ ആഴത്തിൽ താഴ്ത്തിക്കളയുന്നതാണ് അവന് നന്ന്. വലിയ തിരികല്ല് എന്ന് പറയുമ്പോൾ കഴുത വലിക്കുവാൻ തക്കവണ്ണം വലിപ്പമുള്ള തിരികല്ല് എന്ന അർത്ഥത്തിലാണ്. അത്തരം ഒരു തിരികല്ല് കഴുത്തിൽ കെട്ടി ഒരു മനുഷ്യനെ കടലിൽ താഴ്ത്തിയാലുള്ള അനുഭവം എന്തായിരിക്കും? കുറ്റത്തിൻ്റെ ഗൗരവമാണ് കർത്താവ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഇടർച്ച വരുത്തുക എന്നാൽ കണിവെക്കുക എന്നാണ് അർത്ഥം. നാം മറ്റുള്ളവർക്ക് ഒരിക്കലും ഒരു കണിയാകാതിരിപ്പാൻ സൂക്ഷിക്കണം. മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്തുവാൻ ഒരിക്കലും നാം തയ്യാറാകരുത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മളോട് വളരെ വ്യക്തമായിട്ട് ഇടപെടുന്ന ഒരു സത്യം ഇതാണ്: മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുവാൻ നാം തുനിയരുത്. ദാവീദ് ദൈവത്താൽ അഭിഷക്തനായിരുന്നു. ദാവീദ് ഗോലിയാത്തിനെ കൊന്നു. ഇസ്രായേലിലെ കന്യകമാർ ദാവീദിനെ പുകഴ്ത്തി. അത് വാസ്തവത്തിൽ ശൗൽ രാജാവിന് ഇഷ്ടപ്പെട്ടില്ല. അന്നു മുതൽ ശൗലിന് ദാവീദിനോട് അസൂയ തോന്നി. അസൂയയുടെ
അനന്തരഫലമായിട്ട് ദാവീദിനോടുള്ള പക ശൗലിൽ വളർന്നു വന്നു. പിന്നീട് ശൗലിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇല്ലാതെയാക്കുക, നശിപ്പിക്കുക എന്നതായിരുന്നു മറ്റെന്തിനേക്കാളും ശൗല് ശ്രമിച്ച പ്രധാനപ്പെട്ട കാര്യം. തൻ്റെ ചിന്തകൾ മുഴുവൻ തൻ്റെ പ്രതിയോഗിയെ എങ്ങനെ ഇല്ലാതാക്കുവാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു. തൻ്റെ ആരോഗ്യവും സമയവും തനിക്ക് ഉണ്ടായിരുന്ന കഴിവുകളുമെല്ലാം ദാവീദിനെ വകവരുത്തുവാൻ വേണ്ടി താൻ ഉപയോഗിച്ചിരുന്നു. ഒടുവിൽ സംഭവിച്ചത് ശൗൽ ദാവീദിനെ കൊല്ലുവാൻ കൊണ്ടു നടന്ന കുന്തത്തിന്മേൽ തന്നെ വീണ് മരിക്കുന്നു എന്നുള്ള ദുഃഖകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നാം ഒരിക്കലും പക ഉള്ളിൽ വെച്ചുകൊണ്ട് പെരുമാറുവാൻ പാടില്ല. മറ്റുള്ളവരോട് ശത്രുത്വം നമ്മുടെ ഉള്ളിൽ നാം സൂക്ഷിക്കരുത്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ ഇന്ന് ലോകത്തെ ഭയപ്പെടുത്തുന്നത് അണുബോംബിൻ്റെ സ്ഫോടകാത്മക ശക്തിയല്ല, മറിച്ച് മനുഷ്യൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന പകയുടെ ദുഷ്ടതയുടെ ശക്തിയാണ്. ലോകത്ത് അക്രമങ്ങൾ വർദ്ധിക്കുകയാണ്. ലോകത്ത് നാം കാണാത്ത പല കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമൂഹത്തിൻ്റെ പോക്ക് എവിടേക്കാണ് എന്ന് പലർക്കും അറിയില്ല. കാരണം പക അത് കുടിപ്പക പോലെ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യരാണ് ഇന്ന് കൂടുതലും. പ്രാർത്ഥിക്കണം. ദൈവസ്നേഹത്താൽ നാം എല്ലാവരും നിറയപ്പെടുവാൻ ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി അപേക്ഷിക്കാം. കർത്താവേ, ദൈവസ്നേഹം കൊണ്ട് എല്ലാവരുടെയും ഹൃദയങ്ങൾ നിറയപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യേശുവേ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവേ